കല്യാണിക്കുട്ടി, നാളെ മൂക്കുകയറിടാൻ വിധിക്കപ്പെട്ടൊരു പ്രതിയാണ് ഞാൻ. തൂക്കുകയറാൻ വിധിക്കപ്പെട്ട ആ എന്നോട് നീ ഇത്രയ്ക്ക് സ്നേഹം കാണിക്കരുത്. കാണിക്കും, ഇന്നും കൂടെ അല്ലേ കാണിക്കാൻ പറ്റും. വിഷ്ണു, നീ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്റെ ജീവിതം ഒന്ന് ആസ്വദിച്ചത്. അതിനു മുമ്പ് എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് കാണുന്ന തന്നെ അങ്ങ് അറപ്പും വെറുപ്പും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. വിഷ്ണു, ഇപ്പൊ എനിക്ക് വിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടമാ. അതല്ലെങ്കിലും അങ്ങനെയാ കല്യാണിക്കുട്ടി. ആലിപ്പഴം പഴുക്കുമ്പോഴല്ലേ കാക്കയ്ക്ക് വായ്പുണ്ണ് വരും. വിഷ്ണു, എനിക്ക് വിഷ്ണുവിനെ മറക്കാൻ കഴിയില്ല. വിഷ്ണു, മറക്കണം. നീ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളാണ് എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ തന്നത്. അതുകൊണ്ട് എന്റെ കല്യാണിക്കുട്ടി കരയാൻ പാടില്ല. എന്റെ കല്യാണിക്കുട്ടി എനിക്കത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പോകാൻ നേരം എനിക്ക് കുത്തിക്കേറുന്ന വേദനയാണ് വിഷ്ണു. ഞാൻ പോകുന്നത് കല്യാണിക്ക് കുത്തി കയറുന്ന വേദന ഉണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, അതുകൊണ്ടല്ല, ഇതങ്ങെടുത്ത് കളയാവോ? വിഷ്ണു, നീ പോയാൽ എനിക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സന്തോഷിക്കുന്ന ആട്ടും കുട്ടികളും മാത്രമായിരിക്കും. അതെന്തിനാ? നാളെ തൊട്ട് അവർക്ക് പഴങ്കഞ്ഞി വെള്ളമെങ്കിലും കിട്ടുമല്ലോ. പണ്ടേ ഈ പുല്ലിനൊക്കെ വല്ല മട്ടൻ ബിരിയാണിയും വെച്ചാൽ മതിയായിരുന്നു. ഉമ്മ തീറ്റയും കൊടുത്ത് വളർത്തിയിട്ട്. വിഷ്ണു, കല്യാണിക്കുട്ടി, ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മോനോട് നീ പറയണം, നിന്റെ അച്ഛനാണ് ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രമെന്ന്. അയ്യോ, ആകാശത്ത് ഒരുപാട് നക്ഷത്രമില്ല, ഇതിൽ ഏത് കാണിച്ച് ഞാൻ പറയും? ഉള്ളതിലെ നല്ലത് നോക്കി പറഞ്ഞാൽ പിടിക്കുമ്പം നല്ല സൈസുള്ള നല്ല കാണാൻ കൊള്ള ഒരു സാധനത്തിനെ പിടിക്കണം. അല്ല കണ്ട വാൽ നക്ഷത്രമൊക്കെ പിടിച്ചു വെച്ചിട്ട് നിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ചെറുക്കൻ വിചാരിക്കും ഞാൻ വാലായിരുന്നു. അത് വേണ്ട, നല്ല സാധനം നോക്കി പിടിക്കണം. വിഷ്ണു, കല്യാണിക്കുട്ടി, നാളെ 5 മണിക്ക് എന്നെ തൂക്കിലേറ്റും. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്താ? ഞാൻ ഒരു 8:30 ഉറക്കൊഴിക്കുമ്പോ. ചാവാൻ നേരത്തും വാട്സപ്പ് കോമഡി കിടന്നില്ലല്ലോ. കല്യാണിക്കുട്ടി, തൂക്ക് കയറിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്തും നീയുമായിട്ടുള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. വിഷ്ണുവിന്റെ തൂക്കുകയർ എനിക്ക് ഇഷ്ടമല്ല, അത് കൊള്ളൂല്ല. അതെന്റെ കയ്യിലോട്ട് കിട്ടിയ ഞാൻ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വെട്ടി ഇങ്ങനെ പിച്ച് കീറി ഇങ്ങനെ 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 ആക്കി ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് കളയും. ഞാനിങ്ങനെ അങ്ങ് എന്തേടി നിനക്ക് തന്നെ തോന്നണല്ലോ ഇത് ഇത്തിരി ഓവറാണ്. വിഷ്ണു, കല്യാണിക്കുട്ടി, വിഷ്ണു ഒന്ന് വന്നാ നമുക്കൊന്ന് പെരുക്കാം, ഒരു കച്ചേരി. യവന എന്തൊരു ചെയ്താ എന്റെ കൈമള് വിളിച്ച കേട്ടാ നാളെ രാവിലെ എന്നെ തൂക്കിക്കൊല്ലും. അതിന്റെ ടെൻഷനിൽ നിൽക്കണ ഞാൻ. അതിന്റെ ഇടയിൽ അവന് സംഗീത കച്ചേരി ഉണ്ടാക്കാൻ പോണോ? നക്കയല്ല, ഞാൻ അങ്ങോട്ട് വന്നാ കൊത്തും. ഞാൻ വന്നാ മോങ്ങും നീ. വേണ്ട വിഷ്ണു, ഒരാളുടെ റൂമിലേക്ക് കയറി വരുമ്പോ ഒന്ന് ചോദിച്ചിട്ട് വരണ്ടേ സാർ? സോറി, മൈ മിസ്റ്റേക്ക്. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. മേ ഐ കമിങ്? അങ്ങനെ പറയല്ലേ, എനിക്ക് വരണം. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ വരണം. വിഷ്ണു, വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയാണ് ഈ ഡാൽഡ. ഡാൽഡെന്നല്ലോ, നീ എന്നല്ലേ? ഞാൻ നീ എന്ന് പറയണം. എന്നിട്ട് അത് നെയ്യ് എന്ന് കേട്ടിട്ട് ഒരു തമാശ. ആ തമാശ എനിക്ക് ഇഷ്ടമല്ല മോനെ. വിഷ്ണു, അങ്ങനെ ഒരു പ്രതിയായ നീ എവിടെ പോയാലും നിന്റെ പുറകെ എന്റെ കണ്ണുകൾ ഉണ്ടാകും. ആഗ്രഹമില്ലാത്തോണ്ടല്ല സാർ, പക്ഷെ അനുവാദമില്ലാത്തേക്ക് കണ്ണ് കുത്തിപ്പറിച്ചെടുത്തോണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ. കണ്ണ് പറിച്ചെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന്. എന്നാ വരൂ സാർ. വിഷ്ണു, നമ്മളിത് എങ്ങോട്ടാ? എനിക്കെന്നാ ബാത്റൂമിൽ പോണം. ഞാൻ അങ്ങോട്ടില്ല, അവിടെ നീ സിംഗിൾ. പിന്നെ സിംഗിൾ അടിക്കാതെ തട്ടുകടയില്ലേ സിംഗിൾ ഡബിളൊക്കെ ചെന്ന് അടിക്കേ. സാർ എന്തോ പറഞ്ഞാലും വിഷ്ണുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. വിഷ്ണുവിനെ ഞാൻ വിട്ടു തരില്ല. ഇത് കണ്ടോ നീ? സർവീസ് പിസ്റ്റൽ. ഞാൻ എവിടെ പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും. പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല. അതെന്താ സാർ? വെടിവെച്ച കേട്ട് കഴിഞ്ഞാൽ ഞാൻ പെടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സർവീസിലുള്ളവർക്ക് റിവോൾവർ കൊടുക്കുമ്പോ എനിക്ക് ഈ റിവോൾവർ മാത്രമല്ല തരുന്നത്, എക്സൽ സൈസിലുള്ള ഒരു സ്നഗിയും തരാറുണ്ട്. സാർ എന്ത് പറഞ്ഞാലും വിഷ്ണു എനിക്ക് ജീവനാണ്. വിഷ്ണുവിന് എല്ലാവർക്കും ജീവനാണ്. വിഷ്ണുവിന് എനിക്കും ജീവനാണ്. വിഷ്ണുവിന് എനിക്ക് സ്നേഹമാണ് സാറേ. അത് തന്നെയാ പറഞ്ഞത്. വിഷ്ണുവിനെ എന്റെ അനിയനെ പോലെയാ ഞാൻ കാണുന്നത്, എന്റെ സ്വന്തം അനിയനെ പോലെ. അതിന് സാർ എന്തിനാ എന്റെ കഴുത്തി പിടിക്കുന്നത്? കുറച്ചു മുമ്പ് ആരാചാരനെ വിളിച്ചിരുന്നു, നിന്റെ കഴുത്തിന്റെ അളവെടുക്കാൻ പറഞ്ഞു. 1.5 ചാണ. പിന്നെ വിഷ്ണു, ഞാനൊന്ന് ഫ്രഷ് അയച്ചും വരാം. ഒരു നഖം വെട്ടി കിട്ടുവോ? എന്റെ 4 വിരലിലും നഖം വെട്ടാനായിട്ടാ. സാറേ 5 വിരലല്ലേ? ഇല്ല,
ഈ വിരലിൽ നഖം വളരെയല്ല. ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഈ നഖം വളരാനുള്ള സമയം ഞാൻ കൊടുക്കാറില്ല. പിന്നെ വിഷ്ണു, ഇന്ന് ഈവനിങ് വാക്കിന് ഞാൻ പോകുന്നുണ്ട്. വിഷ്ണുവും എന്റെ കൂടെ വരണം. ഞാൻ വരുന്നില്ല സാർ. അപ്പൊ നീ മോർണിംഗ് വാക്കിന്റെ ആള്. മോർണിംഗ് വാക്ക് താല്പര്യമില്ല സാർ. പിന്നെ ഏത് വാക്കാണ് നീ? ഇരട്ട് വാക്ക്. നീ ഏത് വാക്കായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നിനക്കറിയാമല്ലോ, വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയാണ് നീ. അത് നീ മറക്കണ്ട. സാർ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പറയുന്നത്? ഞാൻ മറക്കാതിരിക്കാൻ. കണ്ടോ, ഭൂമിക്ക് പോലും ഭാരം കൊടുക്കാൻ നടന്നു പോകുന്ന വിഷ്ണു എങ്ങനെയാലും പറഞ്ഞു ഈ തൂക്കുകയറൊന്ന് മാറ്റു വിഷ്ണു. ഈ തൂക്കുകയറ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ റോപ്പാക്കാനാണോ കല്യാണി പറയുന്നത്? അതല്ലെന്ന്, ഈ തൂക്കുകയറിൽ രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞേ. കല്യാണിക്കുട്ടി, ഇത് കോടതി വിധിയാണ്. അല്ല, ഇത് വിഷ്ണുവിന്റെ വിധിയായത്. കല്യാണിക്കുട്ടി, ഈ വിധിയിൽ നമ്മൾ സമാധാനിച്ചേ പറ്റൂ. കോടതിയിൽ നിന്നും തൂക്കുമരത്തിലേക്ക് പോകുമ്പോ ഓർമ്മിക്കാൻ എനിക്ക് എന്റെ കല്യാണിക്കുട്ടിയുടെ കുറച്ച് പടങ്ങൾ വേണം. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ? എടുത്തോ. ഈ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിഷ്ണു, വിഷ്ണു പറയൂ. ഒന്ന് എന്റെ മുഖത്തേക്കൊന്ന് നോക്ക് വിഷ്ണു. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതാരാ ഇത്? കുളിച്ച് ഫ്രഷ് ആയിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. വിഷ്ണു ഒന്നിങ്ങ് വന്നേ. നാളെ നിന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കും, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. അപ്പൊ നീ പറയരുത്, എന്നെ തൂക്കിലേറ്റാണ്ടിരിക്കാൻ പറ്റുമോ സാറേന്ന്. അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര. സാർ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നപ്പോ ഒരു ഫ്രഷ് സാധനം അടിക്കുമെന്ന് വിചാരിച്ചു. നടക്കൂല സാർ. എനിക്ക് ഇന്നൊരു രാത്രി കൂടിയേ ഉള്ളൂ. വിഷ്ണു, എന്താ നിന്റെ ഉദ്ദേശം? കൈയെടുക്കടാ. അതല്ല സാർ, ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു. കണ്ണൻ തിരിവ് കാണിച്ചു നടക്കുമ്പോ ആലോചിക്കണം. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നല്ല താളം, സൂപ്പർ താളം. മണിയിടുന്നു ബാൻഡ് അടിക്കുന്ന പോലുള്ള താളം. സാറേ, എങ്ങനെയെങ്കിലും ഈ വിധി ഒന്ന് ഊരി തരണം സാറേ. ഇത് അങ്ങനെ ഊരാനൊരു ചാർജറല്ല, പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട്. അയ്യോ അതല്ല, ഈ കൊലക്കേസിൽ നിന്ന് എന്റെ ചേട്ടനെ ഒന്ന് ഊരി തരണം. ഇമ്പോസിബിൾ. ഇമ്പോസിഷൻ. അതെന്താ സാറേ ഇത്? സാധ്യതയില്ലെന്ന്. അയ്യോ, അത് ഇമ്പോസിബിൾ ഒന്നല്ലേ? നീ എന്നെ തിരുത്താൻ പറ്റില്ല. അവൻ നാളെ പോകണം, അവന്റെ അടുത്ത് പോകും. സാറേ, എങ്ങനെയല്ലോ നൂരുത്താ സാറേ? തരത്തില്ലേ? തരത്തില്ലേ? സാധിക്കില്ല. എടാ, നിങ്ങൾക്ക് ഞാൻ എത്ര ദിവസം ചോറ് വിളമ്പി തന്നിട്ടുണ്ടോ? എടാ, നിങ്ങളൊരു പോലീസുകാരനല്ലേ? നിർവഹണം ഞാൻ കറക്റ്റായിട്ട് നടത്തിയിരിക്കും. കൃത്യനിർവഹണമൊക്കെ നടത്തുന്ന കൊള്ളാം. അതിൻ്റെ ഇടയിൽ എന്റെ കാര്യം സാർ ഒന്ന് പരിഗണിക്കണം. സാറ് പരിഗണിച്ചില്ലെങ്കിൽ സാറ് എന്തെങ്കിലും കാര്യം പറഞ്ഞിരിക്കുമ്പോ ആദ്യം എനിക്കൊരു കാര്യം പറയും. കല്യാണി, ബാക്കി സംസാരിക്കും. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് ഊരി തരണം സാറേ. ഞാൻ പറഞ്ഞില്ലേ സാധിക്കില്ലെന്ന്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാമോ? ഈ വീട്ടിൽ നിന്ന് ഒരു പച്ചവെള്ളം പോലും സാറിന് ഞാൻ തരത്തില്ല. എന്താ അങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് ഞാനൊരു സഹായം ചോദിച്ചപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് തരത്തില്ല. വിഷ്ണു, ഊണ് കാലായി, നമുക്ക് ആഹാരം കഴിക്കാം. ശരി. ഇവിടെ ഇരിക്കു വിഷ്ണു. തട്ടുകട വല്ലതുണ്ടോ? ഇവിടെ റേഞ്ച് കിട്ടാനില്ല, പിന്നെയാണ് തട്ടുകട. അപ്പൊ പിന്നെ ഓർഡർ ചെയ്യാൻ പറ്റിയല്ല. കല്യാണിക്കുട്ടി, എനിക്ക് വളരെ കുറച്ച് മതി. അയ്യോ, അങ്ങനെ പറയരുത്. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. അതല്ല, കയറ് കഴുത്തി കുരുമ്പോ വയറ് പൊട്ടും. വിഷ്ണു, ഇത് മുഴുവനും കഴിക്കണം വിഷ്ണു. ഈ ചിക്കന്റെ ഇറച്ചി എടുത്ത് കഴിക്ക്. ആ ഇറച്ചി തരാൻ പറ്റുമോ? അല്ല, വിഷ്ണു കഴിക്കല്ലേ, കൊതി കിട്ടും ഞങ്ങൾക്ക്. ഒരു ഇച്ചിരി ചോറ് കൊടുത്ത് ഇതാണ്ട് വായുമ്പോളം നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ പുള്ളി അത് കേട്ടില്ലല്ലോ. ഇവൻ സെല്ലി കിടക്കുന്ന സമയത്ത് ആരും കാണാതെ 4 ചപ്പാത്തിയാണ് ഞാൻ കൊടുത്തത് അവന്. ഓ, ദാ വന്ന് എച്ചി കണക്കൊക്കെ പറയണേ. വല്ലതും കൊടറി. ഇന്ന് നാളെ ഒരു ദിവസം കൂടെ നിങ്ങളുടെ ജീവൻ തീരുമല്ലോ. ഇയാൾ പിന്നെ എന്തോ പ്രതികാരം ചെയ്യാനാ കഴിക്ക് വിടുന്നു. കല്യാണിക്കുട്ടി, ആ വീടിന്റെ മുറ്റത്ത് കാണുന്ന മരത്തിലുള്ള കായ അത് തിന്നാൻ പറ്റുമോ? അയ്യോ, അത് തിന്നാ വിഷ്ണുവിനെ കാട്ടി മുമ്പേ സാറങ്ങ് പോകും. അതെന്നാ? അത് ഒതളങ്ങിയ വടുതല വളവിൽ ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. ആ ഒതളങ്ങയാണോ അത്? ആ ഒതളങ്ങിയ തന്നെ ഈ ഒതളങ്ങിയ. പക്ഷെ ആര് കഴിച്ചാലും മേലെ പോകും. ചേടാ,
വിഷ്ണു കഴിക്കും. വിശക്കുന്നുണ്ട്, തിന്നാനും തരികയല്ല. വിഷ്ണു കഴിക്കും. വിഷ്ണു ഞാനൊരു കാര്യം പറയട്ടെ, എന്തോന്നു? ഈ തൂക്കിക്കൊല്ലണ നിയമമൊന്നും ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല. അതൊക്കെ വർഷങ്ങളായിട്ടുള്ള നിയമങ്ങളാണ്. ഇതിന്റെ പേരിൽ ഭക്ഷണം തരാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമാണേ. അതങ്ങനെ തിന്നല്ലേ. ഇച്ചിരി ഭക്ഷണം തന്നെ തരത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ. എനിക്ക് ഭക്ഷണം തരികയല്ല. തരികയല്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ തൂക്കിക്കൊല്ലണം മാറ്റി വെക്കേണ്ടി വരും. അയ്യോ, ആണോ സാറേ? ആ, സത്യമാണോ സാറ് പറയുന്നത്? സത്യമായിട്ട് മാറ്റി വെക്കേണ്ടി വരും. സാറേ അങ്ങനെയാണെങ്കിൽ ഹർജി കൊടുക്കാനാണോ? ഒരു തരി ഇറച്ചി വെച്ചിട്ടുണ്ടല്ലോ, പിന്നീട് ഹർജി കൊടുക്കാണ്ടിരിക്കുന്നുണ്ടാ. ഇത് ഞാൻ മാറ്റി വെക്കും, എനിക്ക് അങ്ങനെ കൊല്ലാൻ പറ്റില്ലെന്ന്. അല്ല സാറിപ്പം തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റൂല. ഇന്ന് ഈ രാത്രി നിങ്ങൾ ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങും. എവിടെ? ഇവിടെ. സാറേ സത്യം.